الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله على طه رسول الله إلهي نافس الكربا عن العاصين والعطبا وكل بلية ووباء بأهل البدر يا الله صلاة الله صلاة الله سلام الله على ياسين حبيب الله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ ഈ മജ്ലിസിലെ നമ്മുടെ ഈ സാന്നിധ്യം അല്ലാഹു സബബാക്കി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ കഴിച്ചുകൂട്ടുന്ന മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, ഇങ്ങോട്ടുള്ള ചവിട്ടടികൾ, ഇവിടെ പറയുന്നതും കേൾക്കുന്നതും, ഇതിൻ്റെ പിന്നിലുള്ള സഹകരണങ്ങളും സഹായങ്ങളും, ഇതിൻ്റെ പിന്നിലുള്ള പരിശ്രമങ്ങളും, ഇതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം നിലയിലുള്ള പ്രവർത്തനങ്ങളുണ്ടോ എല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധ റജബിൻ്റെ പുണ്യപ്രവർത്തനങ്ങളിൽ നിൻ്റെ അരികിലേക്ക് വലിയ പ്രതിഫലം ആഗ്രഹിച്ച് വരത്തക്ക നിലയിലുള്ള വലിയ മൂല്യവർദ്ധിത പ്രതിഫലങ്ങൾ ലഭ്യമാകുന്ന സൽക്രമങ്ങളിൽ ഇവകളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും മനസ്സകങ്ങളിലുള്ള സർവ ഹലാലായ ഉദ്ദേശങ്ങളെയും ഈ പുണ്യമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കണേ റഹ്മാനെ. ഏതെല്ലാം വിഷമങ്ങൾ ഇവിടെ കൂടിയ ഓരോരുത്തരിലുമുണ്ടോ ആ വിഷമങ്ങളൊക്കെയും ഈ മജ്ലിസിൻ്റെ ഹഖ് കൊണ്ട് നീക്ക് നീ റാഹത്ത് നിലനിർത്തി തന്നനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ എന്ന് ആമുഖമായി ദ്വാരക്കണം. തൃശ്ശൂർ ജില്ല റേഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതമായ മജ്ലിസിനോടും അജ്മീർ ഖാജ തങ്ങളുടെ അനുസ്മരണവുമൊക്കെയായി വിളിച്ചു ചേർത്തിട്ടുള്ള ഏറെ പവിത്രമായ ഒരു വേദിയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ഇവിടെ നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ആദരണീയരായ ഇവിടെ കൂടിയ സ്വാഗതം, അധ്യക്ഷൻ, ഉദ്ഘാടനം, ആമുഖം, മജ്ലിസിനോട് നേതൃത്വം തുടങ്ങി ഔപചാരികതകളൊക്കെ നിർവഹിച്ച പ്രിയപ്പെട്ട ആദരണീയരായ മഹത്തുക്കളായ ഉസ്താദുമാരെ, ഒറ്റവാക്കിൽ
അവരെയൊക്കെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് മാത്രം സംസാരിച്ച് ദ്വാരയിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. സമയം പാലിക്കുക എന്നുള്ളതാണ് ഏതൊരു പ്രഭാഷകൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കൽ മഹലിൻ്റെ നേതൃത്വത്തിൽ സാധാരണക്കാർ ഓടി നടന്ന ആലിമീങ്ങളെ വിളിച്ചു കൂട്ടി അങ്ങനെ ആലിമീങ്ങൾ വന്ന് പങ്കെടുക്കൽ. ഇത് ആലിമീങ്ങളുടെ ഉസ്താദുമാരുടെ സംഘടന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വിളിച്ചുകൂട്ടിയ സംഘമാണ്. അവർ ഒന്നിച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഇൽമിൻ്റെ പേരിലാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിൻ്റെ ആധാരമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. പ്രാണൻ നഷ്ടപ്പെട്ടാൽ നിർജീവമായി പോകുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, ജീവൻ എന്ന് പറയുന്നത് വിജ്ഞാനമാണ്. വിശാലമായ പരിശുദ്ധമായ വിജ്ഞാനം. ആ വിജ്ഞാനം നേടിയെടുത്ത മഹത്തുക്കളായ പണ്ഡിതന്മാർ ചേർന്ന് നിന്ന് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളായി ഒന്നായി നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ അവരുടെ ആശയത്തിനും ആദർശത്തിനും കർമ്മത്തിനും കാവലാളുകളായി പ്രവർത്തിക്കേണ്ട പണ്ഡിതന്മാർ. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മജ്‌ലിസുൻ നൂറും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാനരായ സുൽത്താനുൽ ഹിന്ദ് കാലമെത്ര പിന്നിട്ടാലും ഇന്നും ഈ ഇന്ത്യയുടെ സുൽത്താനായി നിലകൊള്ളുന്ന മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, അവരെ അനുസ്മരിക്കുക, അവരെ പറയുക, പറയുന്നിടത്ത് ആളുകളെ വിളിച്ചു കൂട്ടുക, അവരെ പറയുന്നിടത്ത് നിന്ന് ആ മഹത്തുക്കളുടെ ആത്മീയ ചൈതന്യം, അവരുടെ ആത്മീയമായ ആ വെളിച്ചം നെഞ്ചേറ്റി സമൂഹത്തെ പറഞ്ഞേക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തോടെ തൃശ്ശൂർ റേഞ്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ഞാൻ വിചാരിച്ചത് ഇവിടെ ഉസ്താദുമാരായിരിക്കും ഇവിടെ സദസ്സിൽ എന്നാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ആളുകൾ ഉലമാക്കൾ വിളിച്ചാൽ വന്നു ചേരുന്നതിൽ കാണിക്കുന്ന ഞങ്ങളുടെ പ്രദേശത്തേക്കാളൊക്കെ ഉപരി വളരെ സന്തോഷത്തോടെ പണ്ഡിതന്മാർ വിളിക്കുന്നിടത്ത് ഞങ്ങളുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം കൂടെ വിളിച്ചോതിക്കൊണ്ടാണ് ഇത്രയും അധികം സ്ത്രീ പുരുഷന്മാർ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ ബന്ധം നിലനിർത്തി തരുമാറാണ്. മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചെടുത്ത് കാണാൻ കഴിയും. ബലഗനി അന്ന അഹ്ലൽ ജന്നത്തി യഹ്താജൂന ഇലൽ ഉലമായി കമാ യഹ്താജൂന ഇലൈഹിം ഫിദ്ദുനിയ. സ്വർഗത്തിൽ കടന്ന ആളുകളും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഇനിയും നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത് എന്ന നിലയിൽ അള്ളാഹു ഇടപെടുമ്പോൾ സ്വർഗത്തിലെ ഇനി മറ്റേത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന മട്ടിൽ സ്വർഗാവകാശികളോട് ചോദ്യം ഉന്നയിക്കുമ്പോൾ സ്വർഗവാസികൾ വേഗം ചെല്ലുക പണ്ഡിതന്മാരുടെ അരികിലേക്കാണ് എന്നാണ്. ഭൂമിലോകത്ത് ജീവിച്ച കാലയളവുകളിൽ ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മതപരമായി ധാർമ്മികതയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണമെങ്കിൽ പണ്ഡിതന്മാർ കൂടിയേ പറ്റൂ. അതുകൊണ്ട് തൻ്റെ വീട്ടിൽ വിവാഹം നടക്കുമ്പോഴും പുരകയറി താമസം നടത്തുമ്പോഴും താൻ നിക്കാഹ് നടത്തുമ്പോഴും താൻ കച്ചവടം ചെയ്യുമ്പോഴും
തൻ്റെ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോഴും അങ്ങനെ ഏത് മേഖലയിൽ ഇടപെടുമ്പോഴും വേഗം ആ നാട്ടിലെ പള്ളിയിലെ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ഉസ്താദ് ഹുദവി ഉസ്താദിനെ പോലെ ആ നാട്ടിൽ നമുക്ക് ബന്ധപ്പെടാനും ചോദിക്കാനും പറ്റുന്ന ഉസ്താദിന്റെ അരികിലേക്ക് ഓടിച്ചിരുന്നു. എന്നിട്ട് ചോദിക്കും, ഉസ്താദ്, ടൗണിൽ എനിക്ക് 5 നില ബിൽഡിംഗ് ഉണ്ട്, അത് ബാങ്കുകാർ വാടകയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കട്ടെ എന്നുള്ളതാണ്. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, അത് കൊടുത്തോളൂ, വലിയ വാടക കിട്ടൂലോ. ഉസ്താദ് പറഞ്ഞു, ബാങ്കിനല്ലേ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഹറാമാണല്ലോ, അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് വേണ്ടത്. ഉസ്താദ് പറയുന്നതനുസരിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് ബാക്കി വെച്ച് മാറ്റിവെച്ച് ഉസ്താദിന്റെ ആ നിർദ്ദേശത്തിന് അടിസ്ഥാനമായി അങ്ങനെ ഒരു ലാഭവും സമ്പാദ്യവും വേണ്ട എന്ന് ഭൂമിലോകത്ത് ജീവിച്ച കാലയളവുകളിൽ സമ്പത്ത് സമ്പാദിക്കുന്ന മേഖലകളിൽ ശരിതെറ്റുകളെ അന്വേഷിക്കാൻ ഉസ്താദിനെ സമീപിച്ച് നേടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചതുപോലെ സ്വർഗത്തിൽ കടന്നാലും ഇവിടെ ഈ ബന്ധം പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലും അനുഗ്രഹങ്ങൾ ഇനിയും ഏതാണ് വേണ്ടതെന്ന ചോദ്യത്തിന് വേഗം ആലിമീങ്ങളുടെ അരികിലേക്ക് കിടന്നിരുന്നു. എന്നിട്ട് ചോദിക്കും, ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഏത് ആണ് ഇനി ഞാൻ ആഗ്രഹിക്കേണ്ട അനുഗ്രഹം? അങ്ങനെ പണ്ഡിതന്റെ അരികിലേക്ക് അവിടെയും ചെല്ലുമെന്നാണ്. ഈ ഒരു ബന്ധം നമ്മളിവിടെ നിലനിർത്തുമ്പോൾ ആഖിറ ലോകത്ത് ആ ബന്ധം പിന്നെയും സ്വർഗത്തിൽ പോലും തുടരുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബന്ധത്തിന്റെ പ്രകടനമാണ് ഈ കാണുന്നത്. മഹാന്മാരായ അസ്ഹാബുൽ ബദർ അവരിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഉലമാക്കൾ ഇവിടെ നിർവഹിക്കുന്ന ദൗത്യം. മഹാനരായ സുൽത്താനുൽ ഹിന്ദിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് സമൂഹത്തിന്റെ നേർമാർഗം കാണിക്കാനുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും വലിയ ഷോർട്ട് കട്ട് എന്നുകൂടി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. കൃത്യമായി ദ്വാരക എല്ലാ മുഅ്മിനീങ്ങളും ദ്വാരക പഠിച്ചവനെ എന്നെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. അള്ളാഹു നേരായ മാർഗത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് അള്ളാഹു തആല ആദരിച്ചവർ അമ്പിയാക്കളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, ശുഹദാക്കളാണ്, സുദ്ദീഖീങ്ങളാണ്. ഇവരുടെ വഴികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അവരുടെ വഴികളെ മാറ്റിവെച്ചിട്ട് ഒരു വഴിയും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനായി അള്ളാഹുവിന്റെ ദുനിയാവിലില്ല. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ നിർവഹിക്കേണ്ട കർത്തവ്യം ആ വഴികളിലേക്ക് സമൂഹത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ ബാക്കി വെച്ചു പോയ അവിടുത്തെ അമൃത സ്മൃതിയായി എന്നും എത്ര കാലം പിന്നിട്ടാലും ഇവിടെ സമൂഹം അനുസ്മരിക്കുമാർ ബാക്കിയാക്കി പോയ ഓർമ്മയിൽ ഒന്നാണ് മജ്‌ലിസുൻ നൂർ എന്ന ആത്മീയ സംഗമം. ബദരീങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീങ്ങണം. കാരണം ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്, താബിഈങ്ങളിൽ പ്രമുഖന്, അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയ. ബഹുമാനപ്പെട്ടവർ പറയാണ്, അന്ന അർവാഹൽ മുഅ്മിനീന മുർസലത്തുൻ തദ്ഹബു ഹൈഥു ശാഅത്. മുഅ്മിനീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ ഒക്കെ റൂഹുകൾ ഇങ്ങനെ അല്ലാഹു തആല തുറന്ന് വിട്ടേക്ക്. അവർ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ അവരുടെ റൂഹുകൾ സാന്നിധ്യം വരും. അവർ ഉദ്ദേശിക്കുന്നിടത്തുകൂടെയും അവർ സഞ്ചരിക്കും. അവർ ഉദ്ദേശിക്കുന്ന ഇടപെടെയാണ്. മഹാനായ ഗൗസുൽ ആദം തങ്ങളെ പറയുമ്പോൾ നമ്മളൊക്കെ അവിടുത്തെ മാല വായിക്കുമ്പോൾ പറയും, എന്താണ്? അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും അവിടെ വരുന്നവർ, അങ്ങനെ തന്നെ മലായികത്തന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നവർ. ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ അവരുടെ റൂഹുകളൊക്കെ മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നുപോകുന്നു എന്നാണ് മാലയിൽ പറയുന്നത്. ഇതുപോലെ വരാനുള്ള ശേഷി അല്ലാഹു തആല ഇഷ്ടമുള്ളിടത്ത് സഞ്ചരിക്കാൻ
പ്രതികരിക്കാനുള്ള ശേഷി കൊടുത്തിട്ടുണ്ടെന്നാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അള്ളാഹുവിനെ പറയുന്ന, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ പറയുന്ന ഇടങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ സന്നിഹിതരാകും. സ്വഹീഹായ ഹദീസ്. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഇടം, അവന്റെ സ്വാലിഹീങ്ങളെ പറയുന്ന ഇടം, സ്വാലിഹീങ്ങളെ പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് ഇങ്ങനെ തുടങ്ങി പറയപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങളുടെ സംവിധാനമാണ് അള്ളാഹുവിനെ പറയുന്ന മഹാന്മാരെ പറയുന്ന വേദി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബദരീങ്ങളെ പറയാൻ, ഔലിയാക്കളെ പറയാൻ, സ്വാലിഹീങ്ങളെ പറയാൻ, അവരുടെ മൗലിദ് ഓതാൻ, ബദർ മൗലിദ് നടത്താൻ, ഖുതുബിയ്യത്ത് നടത്താൻ, അജ്മീർ ഹാജത്തുകളുടെ മൗലിദ് ഓതാനൊക്കെയും നമ്മുടെ മുൻഗാമികളായ കാരണവന്മാരൊക്കെയും ആവേശം കാണിച്ചത്. എന്താണ്? എന്റെ വീട്ടിൽ മഹാന്മാരായ ഔലിയാക്കളെ പറയുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ പെയ്തിറങ്ങുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖസ്സാബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന വാക്ക്. എന്താണ് പറയുന്നത്? മൻ നദറ ഫീ സിയരി സലഫി അറഫ തഖ്സീറഹു വ തഖല്ലുഫഹു അൻ ദറജാത്തിൽ റിജാൽ. അള്ളാഹുവിന്റെ മഹത്തുക്കളെ പറഞ്ഞു കൊടുക്കണം. എന്തിനാണെന്നറിയോ? അവരുടെ ചരിത്രങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, അവരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പടച്ചവനെ എന്റെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗം കൊതിക്കുന്നവനായിരുന്നിട്ടും പടച്ചവൻ അവർ സ്വർഗം കൊതിച്ച് അവർ ചെയ്യുന്ന സൽക്രമത്തിന്റെ ഒരാളുകിട പോലും എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും അത് കാരണമാണ് എന്ന് മഹാനായ അബ്ദുൽ ഖസ്സാബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഇത് ബദരീങ്ങളുടെ സദസ്സിലൂടെ ഇവിടെ മഹാന്മാരായ ഈ തൃശൂർ ജില്ലാ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഉസ്താദുമാര് അവസരമൊരുക്കിക്കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് അവസരം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഗൗസുൽ ആലം തങ്ങളെ പറയുമ്പോഴും, മഹാനായ ശൈഖ് അജ്മീർ ഹാജത്ത് തങ്ങളെ പറയുമ്പോഴും, ബദരീങ്ങളെ പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പിടയ്ക്കും. എന്റെ ബദരിലേക്ക് പുറപ്പെട്ട സ്വഹാബിമാരിൽ ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഹൈഫ റളിയല്ലാഹു തആല അൻഹു പിതാവും വാപ്പയും, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവും തമ്മിൽ മത്സരം നടത്തിയ സന്ദർഭമാണ് ബദറിലേക്ക് പുറപ്പെട്ട സന്ദർഭം. എന്താണത്? എനിക്ക് പുറപ്പെടണം, എനിക്ക് ബദറിൽ പങ്കെടുക്കണം. ഒരു വീട്ടിലെ വാപ്പയും മകനും തമ്മിലുള്ള ആഗ്രഹ പ്രകടനമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞറക്കിട്ടിട്ട് തീരുമാനിച്ചോളാം പറഞ്ഞു. അവസാനം പിതാവിന്റെയും മകന്റെയും പേരെഴുതി ഞറക്കിട്ടു. ഞറക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്. സഅദ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയപ്പോൾ പ്രിയപ്പെട്ട പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ യാ ബുനയ്യ ആഖിർനിൽ മോനെ, ഇന്ന് എനിക്ക് അവസരം താട്ടെ മോനെ. എങ്ങോട്ടാ പോകുന്നത്? ബദറിനാങ്കണത്തിലേക്കാണ്. പോയി അവിടെ ചെന്ന് പടച്ചവന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അവിടെ ഷഹീദാകണമെന്ന ആഗ്രഹത്തോടെ പിതാവിനോട് ഉപ്പ പറഞ്ഞു, ഉപ്പ എന്റെ പൊന്നാര ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ലൗകാന ഗൈറുൽ ജന്നതി ഫഅൽതു, ഞാൻ ഈ പുറപ്പെടുന്നതെങ്ങാനും സ്വർഗമല്ലാത്ത വല്ല കാര്യത്തിനുമായിരുന്നെങ്കിൽ ഞാൻ ഉപ്പ പറയുന്നത് പോലെ ഉപ്പാക്ക് അവസരം തരുമായിരുന്നു. പക്ഷേ ഞാൻ പുറപ്പെടുന്നത് സ്വർഗം അത് ആഗ്രഹിച്ചുകൊണ്ട്, ഇതിന്റെ പ്രതിഫലം സ്വർഗം, അതുകൊണ്ട് ഉപ്പ എനിക്ക് ആ സ്വർഗത്തിൽ കിടക്കണമെന്ന് പറഞ്ഞ് മകൻ പുറപ്പെടുന്നു. ആ ബദറിൽ ഷഹീദാകുന്നു. പിതാവ് ആഗ്രഹിച്ചതുപോലെ പിന്നീട് നടന്ന ഉഹദ് യുദ്ധത്തിൽ പിതാവും ഷഹീദാകുന്നെന്ന് ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബിമാരടക്കം പറയുന്നുണ്ട്, അവരുടെ മക്കളടക്കം പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ തങ്ങളുടെ രണാങ്കണ രംഗങ്ങളെ, അവരുടെ ത്യാഗങ്ങളെ, അവരുടെ പരിശ്രമങ്ങളെ പറ്റി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാരെന്ന് പറയുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക വഴി വളർന്നു വരുന്ന അല്ലെങ്കിൽ പിൻതലമുറയ്ക്ക് അവരിലൂടെ ആവേശം പകരണം. ഞാൻ വിശ്വസിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എത്താൻ ഞാൻ എടുക്കുന്ന പണി, മുൻഗാമികൾ എടുത്ത പണി തിരിച്ചറിയണം, തന്റെ കുറവുകളെ ബോധ്യപ്പെടണം, എന്നിട്ട് അവർ ആഗ്രഹിച്ച സ്വർഗത്തിലേക്ക് ചെന്നു ചേരണം. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളിൽ ബുദ്ധിപരമായി ഒരുപാട് തഫ്സീർ ഗ്രന്ഥത്തിന്റെ വിശാലമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചത്.
ചേർന്ന ഇമാം തത്താവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു വീട് നയിക്കുന്ന ഒരു വീടിന്റെ നാഥന്റെ മേൽ നിർബന്ധമാണ് ചരിത്ര പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ അവന്റെ വീട്ടിലുണ്ടാവുക എന്നുള്ളത്. എല്ലാ ദിവസവും അതിങ്ങനെ വായിച്ചു കൊടുക്കൽ ആ വീടിന്റെ നാഥന്റെ മേൽ ബാധ്യതയാണെന്ന്. തന്റെ ഔലാദിനും അഹലിനും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അത് വായിച്ചു കൊടുക്കണം. മുൻകാലങ്ങളുടെ ചരിത്രങ്ങൾ, ആ ചരിത്രത്തിലൂടെ അവർ വളർന്നു വരണമെന്നുള്ളത് ഇന്ന് നഷ്ടപ്പെട്ടിട്ടും ഇല്ലാതെ പോയിട്ടുള്ളതും ഇതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ചേർന്നിട്ട് ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ ഏറെ പ്രൗഢമായി ഒരുക്കിയിട്ടുള്ളത്. KC അബ്ദുള്ള മൗലവി ഉണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറായിരുന്ന ആൾ. അവരിങ്ങനെ മരണപ്പെടാനായി ഇങ്ങനെ കിടക്കാൻ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് അടുത്തിരുന്ന ആളുകളോട് വന്ന്, വരുന്ന ആളുകളൊക്കെ വിദേശക്കാരായിരിക്കുമല്ലോ സ്വാഭാവികം. അപ്പൊ വന്നവരോട് പറഞ്ഞു, ഉള്ളരിയുടെ ഇളം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ കാര്യമായി ബോധ്യമില്ല. കാരണം ജീവിതകാലത്ത് അങ്ങനെ ഉളരിയുടെ ഇളം ബദരീങ്ങളെ പറ്റി പറയുന്ന ആ പദ്യം ചെല്ലാനോ ചെല്ലുന്നിടത്ത് സാന്നിധ്യം വരളാനോ ഭാഗ്യം കിട്ടാതെ പോയവർ KC അബ്ദുള്ള മൗലവി ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞു, ബദരീങ്ങളുടെ ബദർ യുദ്ധത്തെ പറ്റി പറയുന്ന ആ വരികളാണ്, അറിയാവുന്ന ആള് വന്നിട്ട് ചൊല്ലിക്കൊടുത്തു എന്ന്. അപ്പൊ ഈ KC അബ്ദുള്ള മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബദരീങ്ങളിലൂടെ അവരുടെ ചരിത്രങ്ങളിലൂടെ അല്ലാതെ ഈമാനിൽ ശക്തി പകരില്ല. ഇത് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ മറച്ചു വച്ചില്ലെങ്കിൽ അവരുടെ ആശയത്തെ ഇവിടെ പ്രചരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ മറച്ചു പിടിച്ച് നീങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, ആ ആശയമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിലേക്കുള്ള സഞ്ചാരമാർഗം. അത് തന്നെയേ ഉള്ളൂ യഥാർത്ഥമായി പരിശുദ്ധമായ തനത് രൂപമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. സമസ്തയുടെ അനുഗ്രഹീതമായ പാത മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് ചെന്നെത്താനുള്ള വഴിയെന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിലൂടെ സംസാരം ദീർഘിപ്പിക്കുന്നത് ഭംഗിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്റെ സംസാരത്തെ ചുരുക്കുകയാണ്. ഈ ബദരീങ്ങൾ അവർക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കൊടുത്തു. വാഴ്വലുമാശികത്തും ഫഖദ് വജബത്തിലക്കുമുൽ ജന്ന. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിട്ടുണ്ട്. ആ സമയത്തും അതിനുശേഷവും അവർ ജീവിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അവരെങ്ങനെ ജീവിച്ചത്? അവരുടെ അരികിലേക്ക് ഹലാലുകൾ കടന്നു വന്നാൽ പോലും അവരുടെ കൽബ് മോശമായി പോകോ എന്ന് വിചാരിച്ചിട്ട് ഹലാലായ സമ്പത്ത് വരെ അവർ ഒഴിവാക്കിയിരുന്നു എന്ന് മഹാന്മാരായ ബദരീങ്ങളെ പറ്റി ഹസൻ ബസരി തങ്ങൾ പറയുന്നത് 70 സ്വഹാബിമാരെ ബദരീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. റഅയ്തു, ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഞാൻ 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ ബദരീങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഹലാലായ സ്വത്ത് കൊണ്ടുവന്നു കൊടുത്താൽ പോലും വേണ്ട, എന്റെ ഹൃദയം മോശമായി പോകും എന്ന് കരുതിയിട്ട് ഒഴിവാക്കുന്ന രീതിയിലായിരുന്നു. അല്ലാഹു സ്വതന്ത്രമായി ജീവിച്ചോളാൻ പറഞ്ഞപ്പോഴും അവര് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, മൻ സർറഹു അൻ യൻദുറ ഇലാ മയ്യിത്തിൻ യംശി അലാ വജ്ഹിൽ അർദ് ഫൻദുർ ഇലാ അബൂബക്കർ. നിങ്ങൾ ആരെങ്കിലും ഭൂമിക്ക് മുകളിലൂടെ നടന്ന് നീങ്ങുന്ന മയ്യിത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ മയ്യത്തിന്, നടന്ന് നീങ്ങുന്ന മയ്യത്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നാണല്ലോ. ഒരു മയ്യത്ത് എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കാൻ കിടത്തി അങ്ങനെ കിടക്കും, മറച്ചു കിടത്തി അങ്ങനെ കിടക്കും, തിരിച്ചു കിടത്തി അങ്ങനെ കിടക്കും. അവിടുത്തെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെളിവായി കിടക്കും. അല്ലാണ്ട് എന്റെ അവിടുത്തെ വെളിവാക്കല്ലേ, എന്നെ ഇങ്ങനെ ചരിച്ചെടുത്തല്ലേ, എന്നെ അങ്ങനെ കിടത്ത്, ഇതൊന്നും മയ്യത്ത് പറയില്ല. ഇതുപോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ രണ്ടാമനാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമൻ. രണ്ടാമത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ജീവിച്ചതേ പറയുന്നത്. എങ്ങനെ ദീൻ എന്ന് പറഞ്ഞോ, അങ്ങോട്ട് തിരിയാനാണെങ്കിൽ അങ്ങോട്ട് തിരിയാം, ഇങ്ങോട്ട് തിരിയാനാണെങ്കിൽ ഇങ്ങോട്ട് തിരിയാം. സ്വതന്ത്രമായ ഒരു ചിന്താഗതി, ലിബറൽ ചിന്താഗതി, അതൊക്കെ ആയാൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള കാഴ്ചപ്പാട് ഇല്ല. അല്ലാഹു പറഞ്ഞതാണ്, മുത്ത് റസൂലുള്ള പറഞ്ഞതാണ്, എന്റെ ജീവിതം അതാണ് എന്റെ ജീവിതത്തിന്റെ ശൈലി എന്ന് മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട മുത്ത് റസൂൽ എന്ന് പറഞ്ഞത്, കാണണമെങ്കിൽ നോക്കിക്കോ, അതാണ് നടന്നു നീങ്ങുന്ന മയ്യിത്ത് എന്ന്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയും, കാന വഖാഫൻ ഇൻദ കിതാബില്ല, ഖുർആൻ എന്ന് പറയുന്നു, അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് അവർ ജീവിച്ച ശൈലി. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് എത്ര കാലുഷ്യങ്ങൾ നിറഞ്ഞ വർത്തമാനകാല സാഹചര്യമാണെങ്കിലും, നമ്മൾ നേരിടുന്ന സമൂഹം എത്ര മോശപ്പെട്ടവരാണെങ്കിലും, നമുക്ക് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടാൻ സാധിക്കണം. അതിന് ബദരീങ്ങളെ ചേർത്ത് പിടിക്കണം.
വതറൽ അജായിബ ഇദ് അദബ്ത തിലാവത ഫിഹാ മഅൽ സുബാഹി വൽ ഇൻസാഇ. ബദരീങ്ങളെ പറഞ്ഞോ പാടിക്കോ, അവരുടെ ബദരീയത്ത് ചൊല്ലിക്കോ. അവർ ചെല്ലുക വഴി ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്നാണ് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ്, ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് തന്നെയാണ് ഏറ്റവും നല്ല ബലം. നമ്മുടെ പശുവിനെയൊക്കെ എവിടെയെങ്കിലും കെട്ടിയിട്ടാൽ നമുക്ക് കാണാൻ ആ പശുവിനെ കെട്ടി ബന്ധിച്ചിരിക്കുന്ന കയറിന്റെ ദൂരം എത്രത്തോളം ഉണ്ടോ അത് വിട്ട് ആ കയർ വിട്ട് അത് പോവില്ല. ഇത് ഒരു ബന്ധത്തിന്റെ പേരിലാണ്. ഇതുപോലെ മുസ്ലിമീങ്ങൾക്ക് ബദരീങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം നിലനിൽക്കുന്ന കാലമത്രയും തോന്നിവാസികളാവൂല, തോന്നിയത് കാണൂല, തോന്നിയത് പറയൂല, തോന്നിയത് പ്രവർത്തിക്കില്ല, തോന്നിയ ചിന്താഗതിക്കാരാവൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അജ്മീർ ഹാജ തങ്ങളുടെ ഹക്ക് കൊണ്ടും അല്ലാഹു തആല നമ്മെ നല്ലവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. മഹാന്മാരായ ഉലമാക്കൾ, നമ്മുടെയൊക്കെ നാടുകളിൽ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. നിങ്ങളൊക്കെ നിങ്ങളുടെ പള്ളികളിൽ നിശ്ചയിക്കപ്പെട്ട ശമ്പളം കൊടുത്ത് നിങ്ങളുടെ നാടുകളിൽ എളിയ സേവകന്മാരായി സേവനം ചെയ്യുന്നവരാണ് അവരൊക്കെ. അല്ലാഹു അവരുടെ നേതൃത്വത്തെ എന്നും പരിഗണിക്കാനും അവരുടെ പിന്നിൽ അണിചേരാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നാടിന്റെ ഇമാം എന്ന് പറയുന്നത് പള്ളിയിൽ മെഹ്റാബിൽ നിർത്താൻ മാത്രമല്ല, ആ മെഹ്റാബിൽ നിർത്തിയിട്ട് പിറകിൽ സ്വപ്പ് കെട്ടുമ്പോ എന്തൊക്കെ അദബുകൾ പാലിക്കണം, ആ അദബുകളൊക്കെ ആ ഇമാമിന്റെ പിറകിൽ ജീവിക്കാൻ ബാധ്യതപ്പെട്ട സാധാരണക്കാരായ മറ്റുള്ള ആളുകൾ മുഴുവൻ പരിഗണിച്ചേ പറ്റൂ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുൻപൊക്കെ അങ്ങനെയാണ്, പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടി ചാടി എണീറ്റ് പോകൂല. നിസ്കാരവും കഴിഞ്ഞ് ഉസ്താദിന്റെ ദുആയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഉസ്താദിന്റെ കൈ പിടിക്കും. എന്നിട്ട് പറയും ഉസ്താദ് ദ്വാരക്കണം. കാരണം ആ സ്വർഗത്തിന്റെ സ്വർഗാവകാശികൾ അവിടെയും സ്വർഗത്തിലും ഉലമാക്കളിലേക്ക് ആവശ്യക്കാരൻ, അവിടെ ആവശ്യം അവർക്ക് നിർബന്ധമായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഇവിടെ ഉണ്ടാക്കി വെക്കാൻ നമ്മുടെ കാരണന്മാര് പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദ്വാരം കഴിഞ്ഞ് പോകാൻ നിർദ്ദേശിച്ചത് ദ്വാരക്കണം, ആത്മബന്ധം നന്നായി കിട്ടണം. ആത്മബന്ധ കേടാകുന്ന വാക്ക് പ്രവർത്തന ചിന്തകളൊന്നും കടന്നു വരാതിരിക്കാൻ അങ്ങ് ദ്വാരക്കണമെന്ന് ആത്മാർത്ഥതയോടെ കൈപിടിച്ചു പറയും. അങ്ങനെ പറഞ്ഞ് ദ്വാരപ്പിച്ചിട്ട പോവാ എല്ലാ ദിവസവും. ഈ പള്ളിയിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് വേണ്ട ഭക്ഷണം അത് എന്താണോ വേണ്ടത് മാസത്തിൽ ഒരിക്കൽ ആ ഉസ്താദുമാർക്ക് ഭക്ഷണം ഒരുക്കി തയ്യാറാക്കുന്നതിൽ വലിയ സന്തോഷം കാണിച്ചിരുന്ന ഉമ്മമാർ, ആ ഉമ്മമാരുടെ പരമ്പരകളായി കടന്നു വന്നവർ വഴി തെറ്റില്ല. കാരണം ഇൽമിന്റെ അഹിലുകാരുമായിട്ടുള്ള ബന്ധം നാളെ സ്വർഗത്തിലേക്ക് അവിടെ വന്നു നിൽക്കുമ്പോൾ തന്നെ ആബിദായ ആള് കൃത്യമായി നിസ്കരിക്കുന്നു, ഒമ്പരക്ഷിക്കുന്നു, ഖുർആൻ ദിക്റൊക്കെയും കഴിഞ്ഞുകൂടുന്നു. പക്ഷെ ഇൽമില്ല, ആലിമല്ല, സാധാരണക്കാരനായ ആളും ആലിമും വന്ന് നിൽക്കുമ്പോ അവിടെ പടച്ചവൻ അവിടെ പറയുന്ന അവിടെ നിൽക്ക്, പണ്ഡിതനോട് അവിടെ നിൽക്കാൻ പറയും. എന്നാൽ അവിടെ വരുന്ന സാധാരണക്കാരായ അവർക്ക് ചോറ് വെച്ചു കൊടുത്ത, അവർക്ക് ചോറ് കൊടുത്ത, വിളമ്പിയ, അവരെ പരിഗണിച്ച സാധാരണക്കാർ അവരോട് പറയും ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടന്നോളൂ. നിങ്ങൾ ദുനിയാവിൽ നിർവഹിച്ച അമലുകൾ കാരണം സ്വർഗത്തിലെ ആനന്ദങ്ങളിൽ കഴിഞ്ഞുകൂടിക്ക് സ്വർഗത്തിൽ പോകാൻ പറയും. ആലിമായ ആളുകൾ പറയും അവിടെ നിൽക്ക്, എന്നിട്ട് താങ്കൾ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്ന ഒരു വിഭാഗമാണ് അവർ. അതുകൊണ്ട് ഇവരെ കൈപിടിച്ചിട്ട് ദ്വാരപ്പിക്കാതെ, അവർക്ക് വേണ്ട ചോറ് കൊടുക്കാതെ, അവർക്ക് വേണ്ട സേവനം ചെയ്യാതെ എങ്ങനെ അവരായിട്ട് ബന്ധമുണ്ടാകും, അവർ പരിചയം ഉണ്ടാവും. അതാണ് നമ്മുടെ മുൻഗാമികൾ കാത്തു സൂക്ഷിച്ചു വന്ന ആലിമീങ്ങളായിട്ടുള്ള ബന്ധത്തിന്റെ ചില കാര്യങ്ങൾ. അല്ലാഹു തആല നമുക്കും എത്ര ആലിമീങ്ങളിൽ നിന്ന് സമൂഹത്തെ അടർത്തി മാറ്റാൻ സോഷ്യൽ മീഡിയകൾ, ഇസ്ലാം വിരുദ്ധർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിക്കുമ്പോഴും നമുക്കൊക്കെയും അടിയുറച്ച ഈമാനോട് അവരുടെ നേതൃത്വത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ അതിനുവേണ്ടി ദ്വാരക്കണം എന്നുകൂടി പറയാം. ആ ആലിമീങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ഇത്രയും പേരെ വിളിച്ച് ഇവിടെ കൂടിയിരുത്തണമെങ്കിൽ കുറെ ദിവസത്തെ പരിശ്രമങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട സാമ്പത്തിക ചെലവുകളുണ്ട്. അല്ലാഹു തആല അവർക്കത് ഭംഗിയായി ഇത് നടത്തി പൂർത്തിയാക്കുമ്പോൾ റഹ്മാനായ റബ്ബേ അവർക്ക് ബാധ്യതകളൊന്നും വരാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണേ റഹ്മാനെ. ആമീൻ പറഞ്ഞോളൂ. നമ്മൾ ആമീൻ പറഞ്ഞതിൽ കുറവുണ്ടാക്കരുത്. ആമീൻ മറ്റുള്ളവർക്ക് പറയുന്നത് കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് തന്നെ ആദ്യം അതിന്റെ ഗുണം കിട്ടും. അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. നിങ്ങളെല്ലാവരും ഒരു ഹദിയ, മഹാന്മാരായ ഉസ്താദുമാർ ഓടി നടന്ന് അവരുടെ ആഴ്ചയിൽ 1-2 ദിവസം കിട്ടുന്ന ആ ലീവിന്റെ ചെറിയ സമയത്ത്
അവർക്ക് അവരുടെ കീശയിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് തീരുമ്പോൾ നോക്കാം, ബാധ്യതയ്ക്ക് അപ്പ വീട്ടാന്നൊക്കെ പറഞ്ഞ് ഉള്ളതൊക്കെ എടുത്തു കൊടുത്തും ഉള്ളതൊക്കെ എടുത്തു വെച്ചും ഒക്കെയാണ് അവർ ഈ പരിപാടി ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഉലമാക്കൾ സംഘടിപ്പിച്ച, അതും പ്രത്യേകിച്ച് നമ്മുടെ ഈമാനിന്റെ ചാലക ശക്തികളായി വർദ്ധിക്കേണ്ട മഹാന്മാരായ ബദരീങ്ങളോട് കുറച്ചു നേരം ചേർന്ന് നിന്നപ്പോഴേക്കും അല്ലാഹു തആല ആ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് ഏറ്റവും ഉന്നത സ്ഥാനം കൊടുത്തിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെ ബദരീങ്ങൾക്കുള്ള മഹത്വം പോലെ മലക്കുകളുടെ കൂട്ടത്തിൽ ആ ബദരീങ്ങളോട് ചേർന്ന് എന്ന മലക്കുകൾക്കും അല്ലാഹു പവിത്ര കൊടുത്തു എന്നാണ്. നമുക്കതേപോലെ ബദരീങ്ങളെ പറഞ്ഞ സദസ്സിൽ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതിന്റെ പേരിൽ നമുക്ക് ഉന്നതരായി മാറാൻ ഈ സഹകരണം സാന്നിധ്യത്തോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ചെറിയ ഹദിയ ഒരു കാരണമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക്, അവൻ പൊരുത്തപ്പെട്ട വിഷയങ്ങൾക്ക് ചെലവഴിക്കുന്നവർക്ക് അല്ലാഹ് പകരം കൊടുക്കുന്ന, അല്ലാഹു പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഇതിനു വേണ്ടി ചെലവഴിച്ചവർക്ക് നീ പകരം കൊടുക്കണേ റഹ്മാനേ. ഉള്ളതിലൊക്കെ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ. ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുടെ ഏത് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ മഹത്വം പറഞ്ഞ ഈ അനുഗ്രഹീതമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ടും ഈ മാസത്തിന്റെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ടും അവർ നൽകുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ആ സഹകരണം, ആ ഹദിയ കാരണമായും പടച്ചവൻ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ. മനസ്സിൽ എന്ത് ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടോ അതൊക്കെയും പടച്ചവനെ മജ്‌ലിസിന്റെ കറാമത്ത് കൊണ്ട് നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. എന്ത് വിഷമമുള്ള ഉമ്മമാരാണോ സഹോദരിമാരാണോ സഹോദരന്മാരാണോ ഈ സദസ്സിലുള്ളത്, പടച്ചവനെ ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് ആ വിഷമത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ബദരീങ്ങളുടെ കറാമത്ത് കൊണ്ടും നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന ദുആന്ന് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഹദിയ എന്നെ ഏൽപ്പിച്ചിട്ടേ പോകാവൂ. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വായിക്കണം. ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകളിലേക്ക് ആവശ്യമുണ്ട്. എല്ലാ വർഷവും നമ്മളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ പറഞ്ഞാൽ തട്ടിക്കളയാത്തവരാണ് എന്ന ബോധ്യവും ഉള്ളതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കമാർ എല്ലാവരും ഒന്ന് എണീറ്റാൽ പെട്ടെന്ന് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. നല്ലൊരു മനസ്സോടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞ പോലെ മനസ്സിലൊരു നിയ്യത്ത് ചെയ്ത് ഒരാവശ്യം മനസ്സിൽ കരുതി അസ്ഹാബുൽ ബദറിനെ മുൻനിർത്തി ജഗനിയന്താവായ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു ഇത് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്നത്, ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നത് എത്രയെന്ന് അവനവനറിയാം. അതുകൊണ്ട് നല്ലൊരു ഹദിയ നമ്മുടെ ഈ സംരംഭത്തിലേക്ക്, നല്ല സദസ്സാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ വേറെ എന്തെങ്കിലും ചെലവഴിക്കുന്നത് പോലെയല്ല അസ്ഹാബുൽ ബദറിന്റെ മേൽ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എണീക്കും. ബിസ്മില്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പെട്ടെന്ന് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നൽകുന്നത് ഒരിക്കലും വെറുതെയാവൂല. കാരണം റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ നടത്തുന്ന ഈ ഒരു പരിപാടിയും ഇതിനോടനുബന്ധമായി നടക്കുന്ന ഓരോ സംരംഭങ്ങളും അല്ലാഹുവിനും ഹബീബിനും